വിഷ്വൽ ട്രീറ്റ് അടിപൊളിയാണ്. കുട്ടികൾക്ക് പറ്റിയ 3D രക്ഷയില്ല. കുട്ടികൾക്ക് പറ്റിയ ഇടം. സോറി എങ്ങനെ ആ ഓക്കെ ഓക്കെയാണ്. ഓക്കെ എന്ന് പറയാൻ പറ്റും. ഇമോഷൻസ് വൈസ് വിഷ്വൽ ട്രീറ്റ് സിനിമ ഒരു മാജിക്കൽ മൂവിയാണ്. 3Dയുടെ ഒരു എക്സ്പീരിയൻസ് കുഴപ്പമില്ല. പിന്നെ മോഹൻലാലിൻ്റെ ഡയറക്ടർഷിപ്പ് അത് അപ്രീഷിയേറ്റ് ചെയ്യണം. പിന്നെ ഒരു പിള്ളേർക്ക് അങ്ങനത്തെ ഒരു മൂവി അല്ല, എല്ലാ ഏജ് ഗ്രൂപ്പിനും കണ്ടിരിക്കാം. അപ്പോൾ ഒരു വൺ ടൈം വാച്ചിന് കൊള്ളാം. അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇതൊന്നും വരില്ല. പക്ഷേ ഒരു മാജിക്കൽ മൂവിയാണ്. നല്ലത്, കുഴപ്പമില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആക്ച്വലി ഞാൻ ബോംബെന്ന് വന്നതാണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ലാലേട്ടൻ്റെ ഡയറക്ഷൻ ആയതുകൊണ്ട്. എന്നിട്ട് ഫിലിം ഉണ്ടല്ലോ ഭയങ്കര ഒരു ഫാൻറ്റസി മൂവിയാണ്. അറ്റംപ്റ്റ് വളരെ നന്നായിട്ടുണ്ട്. കിഡ്സിന് വേണ്ടി വളരെ സൂട്ടബിൾ ആണ്. പിന്നെ നമ്മൾ കുറേ നാളുകൊണ്ട് ഈ ബ്ലാക്ക് ടോൺ ഒത്തിരി ബ്ലഡ് ഷെയ്ഡ് അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. ഒരു ഐസിനൊരു നല്ല റിഫ്രഷ്മെൻ്റ് ആയിരുന്നു. നല്ലൊരു അറ്റംപ്റ്റ് ആണ്. അത് മീൻസ് കുറേ നാൾ കഴിഞ്ഞ് 3Dയിൽ ഷൂട്ട് ചെയ്യുക. 40 years കഴിഞ്ഞ് സെക്കൻഡ് ഫിലിം 3Dയിൽ ഷൂട്ട് ചെയ്യുവാണല്ലോ നമ്മുടെ മൈ ഡിയർ കുട്ടിച്ചാത്തന് കഴിഞ്ഞിട്ട്. അപ്പം തിയേറ്ററിൽ നല്ലൊരു റിഫ്രഷിങ് ഫീൽ ആയിരുന്നു. മ്യൂസിക് ഒക്കെ നന്നായിട്ടുണ്ട്. ഡയറക്ഷൻ, അതായത് നമുക്ക് സ്ക്രിപ്റ്റ് കൊടുത്ത എല്ലാം ന്യായം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു കിഡ്സിന് വേണ്ടിയിട്ട് കിഡ്സും ഫാമിലിയും വരാൻ പറ്റും. പക്ഷേ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ആണ്. ഒരു സാന്റാക്ലോസ് ഒരു ഗിഫ്റ്റ് തന്ന പോലാണ്. പക്ഷേ ഒരു നോർത്ത് ഇന്ത്യൻസിന് കണക്ട് ആവത്തില്ല. നമുക്ക് കണക്ട് ആവും, പക്ഷേ നോർത്ത് ഇന്ത്യൻസിന് കണക്ട് ആവത്തില്ല. പിന്നെ ചെറിയ എൻഡിൽ പോകുമ്പോൾ ഒരു നല്ല സർപ്രൈസ് ഉണ്ട്. അപ്പോൾ അങ്ങ് ഒരു തിയേറ്ററിൽ ഒരു ഓളം വന്ന പോലെ വളരെ രസമുണ്ടായിരുന്നു. നമ്മുടെ ലാലേട്ടൻ ഞാൻ നമിക്കുകയാണ്. കാരണം നമ്മളെ ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ലാലേട്ടൻ്റെ 47 വർഷത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ഡയറക്ഷനിൽ ആദ്യ സിനിമയാണ് 3D മൈ ഡിയർ കുട്ടിച്ചാത്തൻ ഇറങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും വിഷ്വൽസോട് കൂടിയിട്ടുള്ള 3D സിനിമ മലയാളത്തിൽ ഇറങ്ങുന്നത്. നല്ല സിനിമയാണ്, ഫാമിലി സിനിമയാണ്. എല്ലാവരും വന്ന് ഫാമിലിയായിട്ട് വന്നിരുന്ന് കാണാം. ഇതൊരിക്കലും ഒരു വെട്ടോ കുത്തോ കൊലപാതകമോ ഒന്നുമല്ല. ഇത് മാസ് സിനിമയല്ല, ഇത് ഫാൻറ്റസിയാണ്. പിള്ളേർക്ക്, കുടുംബം, ഫാമിലിയായിട്ട് നമുക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ വന്ന് കാണാം. കാരണം ഒരു അനാവശ്യമാകുന്ന ഒരു സീനും ഇതിലില്ല. ഫുൾ ഫാമിലിക്ക് വന്നിരുന്ന് കണ്ട് സന്തോഷിച്ച് പോകാം. അടിപൊളി സിനിമയാണ്. നല്ല സിനിമയായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ സിനിമ എത്തിയെന്ന് പറയാം. കാരണം എനിക്കറിയായിരുന്നു ഇതൊരു ഫെയറി ടെയിൽ അല്ലെങ്കിൽ ഒരു ഫാൻറ്റസി ബേസ്ഡ് ഒരു കുട്ടികൾക്ക് അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടി ഇറക്കിയ സിനിമയാണെന്ന്. ആ ഒരു രീതിയിൽ ഈ സിനിമ സാറ്റിസ്ഫൈ ചെയ്തു. ഇപ്പം ക്രിസ്മസ് വെക്കേഷനൊക്കെയാണ്. ഫാമിലിക്ക് ധൈര്യമായിട്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് ധൈര്യമായിട്ട് ഈ സിനിമ വന്ന് കാണാൻ പറ്റും. നല്ലൊരു 3D എക്സ്പീരിയൻസ് ആണ്. വിഷ്വൽസ് ആയിക്കോട്ടെ, ഫ്രെയിംസ് ആയിക്കോട്ടെ, പാട്ടുകളും എല്ലാം നല്ല തന്നെയാണ്. പിന്നെ ചില ആൾക്കാർക്ക് ഇത് ഡൈജസ്റ്റ് ആവത്തില്ല. എല്ലാവർക്കും ഉള്ളൊരു കപ്പ് ഓഫ് ടീ അല്ല. എങ്കിൽ പോലും മോഹൻലാൽ തൻ്റെ ഫസ്റ്റ് ഡയറക്ഷൻ വളരെ ഭംഗിയായിട്ട് ചെയ്തു എന്ന് തന്നെ പറയാം. അതെ, ഇപ്പം മാർക്കോയൊക്കെ ശരിക്കും ഒരു വയലൻസ് സിനിമയാണ്. അപ്പോൾ ആ ഒരു സിനിമ ഫാമിലീസിനോ അല്ലെങ്കിൽ കുട്ടികൾക്കും കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വേറൊരു ഫാമിലി ബേസ്ഡ് പടം ഇപ്പോൾ ഇറങ്ങിയിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ അവർക്കിത് വന്ന് കാണാവുന്നതാണ് വെക്കേഷൻ ടൈമിൽ. ഒരു 2.5 മണിക്കൂർ നല്ല വിഷ്വൽസും അതേപോലെ മ്യൂസിക് ആയാലും അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിംസ് ആയാലും പിന്നെ ലാലേട്ടനെ കാണാമെന്നുള്ളതാണല്ലോ മെയിനായിട്ടും. അത് നമുക്ക് പറ്റും. പിന്നെ പുള്ളിയുടെ ഡയറക്ഷൻ ഒന്ന് നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെ. നല്ല പടം. അത് പിള്ളേർ നല്ല പടമാണ്. കുഴപ്പമില്ല, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റാണ് ലാലേട്ടന്. അതെ ലാലേട്ടൻ. പിള്ളേരോട് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു ലാലേട്ടൻ? ഞെട്ടിച്ചോ? നിങ്ങൾ പറയും, നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത്. സൂപ്പറായിരുന്നു. ആണല്ലേ? 3D ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഇംഗ്ലീഷ് പടം ടച്ച് ഉണ്ടായിരുന്നു. അതുപോലെ ലാലേട്ടൻ്റെ ഒപ്പമുള്ള ചേച്ചിനെ ഇഷ്ടപ്പെട്ടോ? ആണോ? എങ്ങനെയുണ്ട് മോളെ? സിനിമ ഇഷ്ടമായോ? ആണല്ലേ? ചേച്ചി ഒരു 2 വാക്ക് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നല്ല പടം, എനിക്കിഷ്ടമായി. മൊത്തത്തിൽ എങ്ങനെയുണ്ട്? ലാലേട്ടനൊരു തകർക്കുകയാണ്. പിള്ളേർക്ക് കാണാൻ പറ്റിയ മൂവിയാ, എനിക്ക് ഇഷ്ടമായി. ഇത്ര ഫൈറ്റ് സിനിമയൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇപ്പൊ ക്രിസ്മസിന് ഒരു ഗിഫ്റ്റ് ആണോ പുള്ളിയുടെ? അതെ. വിഷ്വലും കാര്യങ്ങളൊക്കെ ഉണ്ടത്. വിഷ്വലൊക്കെ നല്ല മേക്കിങ്ങാ, എനിക്കിഷ്ടം. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ എങ്ങനെയുണ്ട്? അല്ല, ഇത് ആക്ച്വലി കുട്ടികളായിരിക്കും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. പക്ഷെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് മോർ ഓഫ് എ ഫാമിലി ലൈക്ക്. അതെ, അല്ല അതിൻ്റെ അല്ല, അതാ. പിന്നെ ഇതിൻ്റെ ഒരു മേക്കിംഗ് അമേസിങ് ആണ്. ഒരു എന്നാന്ന് വെച്ചാൽ ആ ഉടുവും ഇതുമായിട്ട് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നതും. ഇറ്റ്സ് എ വെരി ബ്രില്യൻറ്റ് വർക്ക് ആക്ച്വലി. 3D is very good because it's a visual treat actually. കൊല്ലം മാസ് യോ
ആ ഇരിക്കും വിജയിക്കും. ആ ഇരിക്കും. നല്ല പടമായിരുന്നു. നിങ്ങൾ കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി ലാലേട്ടൻ കൊണ്ടുവന്ന സിനിമയാണ്. അതെ അതെ ആയിക്കോട്ടെ. 3D ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? 3D നല്ലായിരുന്നു. നല്ല പടം, നല്ല സൂപ്പർ പടം, നല്ല 3D റിയൽ 3D ഗംഭീര പടം. അതായത് ലാലേട്ടൻ നിങ്ങൾ കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി എത്തിച്ച സിനിമ. അത് തന്നെ. അതായത് വിഷ്വൽസ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. പിള്ളേരെ കൊണ്ടുവരാൻ വീട്ടിൽ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഹാപ്പിയാണോ? ഹാപ്പി.